നമസ്കാരം. NCPയുടെ തോമസ് കെ തോമസ് MLAയും തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ EP ജയരാജന് കത്ത് നൽകിയിരിക്കുന്നു. ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനും KB ഗണേഷ് കുമാറിനും മന്ത്രിസ്ഥാനം കൊടുക്കുകയും അതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ മന്ത്രിമാരായിട്ട് ചുമതലയേറ്റെടുക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ മുന്നണി നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയായിട്ട് ഇത് വളരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും NCP എന്ന പാർട്ടിക്കകത്ത് കുറെ കാലമായി നിലനിൽക്കുന്ന ഈ വിഭാഗീയത ഉണ്ടല്ലോ, അത് വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. അതിനകത്ത് വിഭാഗീയത ഉണ്ടാകാൻ കാരണമായത് NCPയുടെ പ്രസിഡന്റായിട്ട്, സംസ്ഥാന പ്രസിഡന്റായിട്ട് PC ചാക്കോ വന്നതിന് ശേഷമാണ്. PC ചാക്കോയെ നമുക്കെല്ലാവർക്കും അറിയാം. രാഷ്ട്രീയം ഭംഗിയായിട്ട് കളിക്കാൻ അറിയാവുന്ന ഒരാളാണ്. പല തരത്തിൽ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ തന്നെ പല ഗ്രൂപ്പുകളിൽ ചാടി നേതാവായ ആളാണ്. ദേശീയ തലത്തിൽ ഡൽഹിയിൽ വളരെ ഉയർന്ന സ്ഥലത്തിൽ കോൺഗ്രസിന് വലിയ ഗുണങ്ങൾ, കോൺഗ്രസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നേടിയ വ്യക്തിയാണ്. അങ്ങനെ കോൺഗ്രസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നേടിക്കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിനെ തള്ളിപ്പറയുകയും NCPയിലേക്ക് വരികയും NCPയിൽ വന്നിട്ട് സംസ്ഥാന NCPയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് PC ചാക്കോ. നമുക്കറിയാം. ആ PC ചാക്കോ എന്നെ വിരട്ടാൻ വരണ്ട, PC ചാക്കോ അല്ല പാർട്ടി, മറ്റൊരു പാർട്ടിയെ ചതിച്ചിട്ട് ആ പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്തും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന ആളാണ് PC ചാക്കോ. അതുകൊണ്ട് PC ചാക്കോ പറയുന്നതിന് എന്ത് വിലയുണ്ട്? ഞങ്ങൾക്ക് നേരത്തെ ധാരണയുള്ളതാണ്. AK ശശിധരനാണ് ഇപ്പോൾ NCPയുടെ മന്ത്രി. അത് കഴിഞ്ഞ പിണറായി ഗവൺമെന്റിലും ഈ ശശീന്ദ്രൻ തന്നെയായിരുന്നു മന്ത്രി. ഇപ്പോഴും അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിൽ ഏക മന്ത്രി എന്ന് പറയുന്നത് AK ശശീന്ദ്രൻ മാത്രമാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ തുടരുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ കടന്നപ്പള്ളിയും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ 2 MLAമാരുണ്ട്. NCPക്ക് 2 MLAമാരുണ്ട്. ഒന്ന് തോമസ് കെ തോമസ്, കുട്ടനാട്ടിൽ നിന്നുള്ള തോമസ് കെ തോമസും, പിന്നെ AK ശശീന്ദ്രനും. അപ്പോൾ AK ശശീന്ദ്രൻ ഈ മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോൾ AK ശശീന്ദ്രൻ പറയുന്നത് അങ്ങനെ ഒരു ധാരണയൊന്നും പാർട്ടിക്കകത്തില്ല. കാരണം 2.5 വർഷം കഴിയുമ്പോൾ ഈ KB ഗണേഷ് കുമാറിനും അതുപോലെ കടന്നപ്പള്ളിക്കും പിന്നെ അധികാരം മാറ്റിക്കൊടുത്തപ്പോൾ അതേപോലെ NCPക്കകത്തും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു, പാർട്ടിക്കകത്ത് ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം ശശീന്ദ്രൻ ഒഴിഞ്ഞു പോവുകയും തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുകയും വേണമെന്നാണ് തോമസ് കെ തോമസ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ അത് ഒരു ന്യായമായ ആവശ്യം തന്നെയാണെന്ന് കാണാം. കാരണം AK ശശീന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യവും മന്ത്രിയായിരുന്ന ആളാണ്, ഇപ്പോഴും മന്ത്രിയാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ആ വകുപ്പിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് നോക്കിയാൽ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. ജനങ്ങൾ, കർഷകർ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷിക്കാരെ, നമ്മുടെ സാധാരണ പാവം കർഷകരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും ഒക്കെ സ്ഥിരം പരിപാടിയാണ്. അതിൽ ഫലപ്രദമായി ഇടപെടാനോ അത്തരം കാര്യങ്ങൾ കർഷകരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഒരു വനപാലക രീതി കൊണ്ടുവരാനോ അതിനൊരു പുതിയ സമ്പ്രദായം കൊണ്ടുവരാനോ ഒന്നും തന്നെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഈ വകുപ്പിലെ മേലുദ്യോഗസ്ഥന്മാർ എന്തൊക്കെ പറയുന്നോ അതനുസരിക്കുന്ന ഒരു ആളായിട്ട് മാത്രമാണ് മന്ത്രി മാറുന്നത്. മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ മന്ത്രിയാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത്, ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്, ഉദ്യോഗസ്ഥന്മാരെ അനുസരിപ്പിക്കേണ്ടതും മന്ത്രി തന്നെയാണ്. അതിനാണ് നമ്മൾ മന്ത്രി എടുത്തു വച്ചിരിക്കുന്നത്. അല്ലാതെ സ്റ്റേറ്റ് കാറിൽ കറങ്ങാനും അതല്ലെങ്കിൽ ശമ്പളം വാങ്ങാനും മന്ത്രി എന്ന പേരിൽ ഏതെങ്കിലും ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാനും മാത്രമല്ല, വകുപ്പിനെ നേരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഒരു മന്ത്രിയെ ഏൽപ്പിച്ചത്. പക്ഷേ വനം വകുപ്പ് ഇതുവരെയായിട്ടും AK ശശീന്ദ്രൻ മന്ത്രിയായിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് മലയാളികൾക്ക് ഗുണം ഉണ്ടാകുന്ന ഒരു പരിഷ്കാരവും അവിടെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം. അതെന്തോ ആയിക്കോട്ടെ, അത് ഇടതുമുന്നണിയാണ് അത് പരിശോധിക്കേണ്ടത്, നമ്മളല്ല. എങ്കിൽ പോലും ആ പാർട്ടിക്കകത്ത് ഒരു MLA കൂടി ഉള്ള സ്ഥിതിക്ക് തുടർച്ചയായിട്ട് 10 വർഷം മന്ത്രിയാകണം എന്നത് ഒരു അധികാര ദുർമോഹം തന്നെയാണ്. തോമസ് കെ തോമസ് അദ്ദേഹം പറയും, ഞാൻ പിന്നെ വേലി ചാടി ഓട് പൊളിച്ച് ഈ പാർട്ടിയിൽ വന്നവനല്ല. PC ചാക്കോയെ കൂടെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പിന്നെ ഈ ഓട് പൊളിച്ച് വന്നവനല്ല, പാർട്ടിക്കകത്ത് ആരുടെ ഔദാര്യത്തിന് വന്നതുമല്ല, ഞാൻ NCP കാരനാണ് എന്ന് ഉറച്ചു പറയുന്നുണ്ട്. ഇത് ഇടതു മുന്നണിക്ക് ഇനി വരും കാലത്തിൽ ഒരു തലവേദനയാകും എന്നത് തർക്കമില്ല.